സ്നേഹമുള്ളവരെ, മനുഷ്യൻ പ്രാർത്ഥിക്കാൻ പ്രവണതയുള്ള മനുഷ്യനാണ്. പ്രാർത്ഥന മനുഷ്യൻ്റെ സ്വഭാവമാണ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ നന്മയിൽ വളരുന്ന നല്ല മനുഷ്യരായിട്ട് മാറും. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വരുന്ന ഒന്നാമത്തെ പ്രത്യേകത, ദൈവവുമായി യോജിക്കുന്നതുകൊണ്ട് ഒരു നല്ല ധൈര്യം നമുക്ക് കിട്ടും. പ്രാർത്ഥിക്കുന്ന ഏത് മനുഷ്യർക്കും ഒരു ധൈര്യമുണ്ട്. മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നവരാണോ മക്കളെക്കുറിച്ച് ഒരു നല്ല ധൈര്യം. ഒരു സമൂഹത്തെ നയിക്കുന്ന വ്യക്തി പ്രാർത്ഥിക്കുന്ന ആളാണോ അദ്ദേഹം നയിക്കുന്ന പ്രസ്ഥാനങ്ങളെക്കുറിച്ച് ഒരു ധൈര്യം. പ്രാർത്ഥിക്കാത്ത മനുഷ്യർ ഭീരുക്കളാവും, ഒത്തിരി ഭയപ്പെടും. പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ഭയമില്ല, നല്ല ധൈര്യം തരും. ഈ ഭയത്തിൻ്റെ വിപരീത പദം ധൈര്യമെന്നോ അല്ലെങ്കിൽ അഭയം എന്നോ ആണ്. ഭയം വിപരീതം അഭയം. ദൈവത്തിൽ അഭയം കണ്ടെത്തിയവന് ലോകത്തിൽ ആരെയും ഭയപ്പെടാനില്ല, ഒന്നിനെയും ഭയപ്പെടാനില്ല. കുഞ്ഞുങ്ങൾ കാണണം പ്രാർത്ഥിക്കുന്ന അപ്പനെ അമ്മയെ, ദേവാലയത്തിൽ ക്ഷേത്രത്തിൽ പോകുന്ന അപ്പനെ അമ്മയെ, നിസ്കരിക്കുന്ന മാതാപിതാക്കളെ, ബൈബിളോ ഖുറാനോ ഭഗവത്ഗീതയോ രാമായണമോ ഒക്കെ വായിക്കുന്ന മാതാപിതാക്കളെ. അപ്പോൾ ആ കുഞ്ഞുങ്ങളും ദൈവത്തിലേക്ക് അടുക്കും. അവർക്ക് തോന്നും ഇങ്ങനെ വേണം. അപ്പനും അമ്മയ്ക്ക് ഉണ്ടല്ലേ മക്കൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പനും അമ്മയ്ക്ക് ഉണ്ടല്ലേ മക്കൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. 5 പഠിക്കുന്ന കുട്ടി സാർ എത്ര പഠിപ്പിച്ചാലും അവൻ ഒരു വാക്ക് പറയുമ്പോൾ, യൂണിവേഴ്സിറ്റിക്ക് അവൻ പറയുമ്പോൾ യൂണിവേഴ്സിറ്റി സാറ് കിഴുക്കി നുള്ളി അടിച്ചു. അവൻ അതിനെക്കൊണ്ട് പറയും യൂണിവേഴ്സിറ്റി. സാർ അവൻ്റെ അപ്പനോട് പറഞ്ഞു, എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, ഞാൻ റിട്ടയർ ആകുന്നതിന് മുമ്പ് നിങ്ങളുടെ മോനെ കൊണ്ട് യൂണിവേഴ്സിറ്റി എന്ന് ഒന്ന് പറയിപ്പിക്കണം. അവൻ ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും ചെവിയിൽ പറഞ്ഞ് പതിപ്പിക്കണം. അപ്പം പറഞ്ഞ് സാറേ അവനെ നിർബന്ധിക്കേണ്ട, അവൻ്റെ കപ്പാക്കിറ്റി അത്രയേ ഉള്ളൂ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് അപ്പൻ അമ്മ, അങ്ങനെയാണ് മക്കൾ. ദൈവവുമായുള്ള ബന്ധത്തിൽ മാതാപിതാക്കൾ മുമ്പിലാണ്, കുഞ്ഞുങ്ങളും അരികെ നിൽക്കും. നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ചില ശരീരതലങ്ങളിൽ വലിയ മാറ്റം വരും. മെഡിക്കൽ സയൻസിനെ പറയുന്നുണ്ട്, ശരിക്കും ശാന്തമായി മെഡിറ്റേഷൻ നടത്തി പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ തലച്ചോറിലെ പ്രവർത്തനക്ഷമതയിൽ ഒരു നല്ല മെച്ചപ്പെടൽ, ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട്. തലയുടെ ഭാരം കുറയുന്നു, തലയ്ക്കൊത്തിരി നല്ല കുളിർമ, തലച്ചോറിൻ്റെ പ്രവർത്തനം പ്രാർത്ഥനയിൽ ശരിക്കും സ്വാധീനിക്കപ്പെടുന്നു. ഹൃദയത്തിൻ്റെ ഇടിപ്പ് ശരിക്കും പ്രാർത്ഥിച്ച് മെഡിറ്റേഷൻ നടത്തുമ്പോൾ ഹൃദയത്തിൻ്റെ ഇടിപ്പിലും അതിൻ്റെ സ്പന്ദനത്തിലും ഒരു വലിയ മാറ്റം വരുന്നുണ്ട്. ഹൃദയത്തിൻ്റെ ഇടിപ്പ്, പേശി വ്യൂഹങ്ങളുടെ പ്രവർത്തനം, നാടിഞരമ്പുകളിൽ ഒരയവ്, ജോയിൻസിൽ ഒരയവ്, മൊത്തം ഒരു അയഞ്ഞ മനുഷ്യനായിട്ട് മാറും. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നു, നീ ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. നീ ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. നമ്മൾ സ്വസ്ഥമായി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് 3 മാറ്റം നമ്മുടെ ശരീരത്തിൽ വരും, മനസ്സിൽ വരും. ഒന്ന്, മുഖത്ത് ഒരു പ്രകാശം. നമ്മൾ പറയും ഡിവൈൻ ഇല്യൂമിനേഷൻ. സന്യാസിമാരുടെ മുഖത്ത് ഒരു പ്രകാശമുണ്ട്. ക്ഷേത്രത്തിൽ പോയി വരുന്ന, പള്ളിയിൽ പോരുന്ന വ്യക്തിയുടെ മുഖത്ത് ഒരു പ്രകാശമുണ്ട്. മതഗ്രന്ഥം വായിക്കുന്ന, ധ്യാനിക്കുന്ന വ്യക്തിയുടെ മുഖത്ത് ഒരു പ്രകാശമുണ്ട്. കുറേ സമയം പ്രാർത്ഥിച്ച് ഇരുന്ന് മെഡിറ്റേഷൻ കഴിഞ്ഞ് വരുന്ന യോഗികളുടെ മുഖത്ത് പ്രകാശമുണ്ട്. കാരണം ദൈവം പ്രകാശമാണ്. ദൈവത്തിൽ ഒരു തരംഗമുണ്ട്, അത് ആൽഫ തരംഗം. ഗ്രീക്ക് അക്ഷരമായാലും 1 ആൽഫ, 15 ഒമിക്രോൺ, 30 ഒമേഗ. ആൽഫ തരംഗം പ്രകാശമാണ്. ആത്മീയ ആചാര്യന്മാർ പറയും, ദൈവത്തോട് ബന്ധപ്പെടുന്നവരുടെ ദേഹത്ത് ആൽഫ തരംഗമാണ്. ദൈവികമായ പ്രകാശം ഈ മുഖത്ത് മുഴുവൻ വന്ന് അങ്ങ് നിറയും. അപ്പോൾ ആ മുഖത്ത് ഒരു ചൈതന്യമുണ്ട്, ഒരു വെട്ടമുണ്ട്. ചില മനുഷ്യരുടെ മുഖത്ത് വെട്ടവേയില്ല. ഇഴിമിച്ച മനുഷ്യർ, മുടി കെട്ടിയ മനുഷ്യർ, അവരെക്കുറിച്ച് പറയും കെട്ട മനുഷ്യൻ. പ്രാർത്ഥിക്കുന്ന മനുഷ്യനോ അവൻ്റെ മുഖത്തൊരു വെട്ടമുണ്ട്, അവൻ പ്രകാശിക്കുന്ന മനുഷ്യൻ. ദൈവികമായ പ്രകാശം ഒരു വ്യക്തിയിലേക്ക് വരികയാണ്. അപ്പോൾ അതാണ് മുഖപ്രകാശം. രണ്ടാമത് ഒരു പ്രത്യേകതയാണ്, അവന് ക്ലാരിറ്റിയുണ്ട്, വ്യക്തതയുണ്ട്. എന്ത് സംഭവിച്ചാലും
അതെൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്ന വ്യക്തത. ഇന്നലകളിൽ സംഭവിച്ചതെല്ലാം ഇന്നത്തെ നന്മയ്ക്ക് വേണ്ടി എന്നൊരു വ്യക്തത. ഇതാണ് ഉറപ്പ്. ഒരുപാട് സഹിച്ചാൽ ഒരുപാട് നന്മ വരും. ഒത്തിരി ദുഃഖം അനുഭവിച്ചാൽ ഒരുപാട് കൃപ വരും. ആ തിരിച്ചറിവ്, ഇതാണ് വ്യക്തത. പ്രാർത്ഥിക്കുന്നവർക്ക് ധൈര്യമാണ്. ഒന്നും നാശത്തിനല്ല, എല്ലാം നന്മയ്ക്കാണ് എന്ന വ്യക്തത. 3, ധൈര്യം. പ്രാർത്ഥിക്കുന്നവർക്ക് നല്ല ഒരു ധൈര്യമാണ്. എന്തു വന്നാലും നേരിടും. ഒറ്റയ്ക്കല്ല, ദൈവം കൂടെയുണ്ട്. ആ ഉറപ്പ്, ഇതാണ് ധൈര്യം. ഇനി പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ചിലർക്ക് ഉടനെ ഉത്തരം, ചിലർക്ക് കുറേ കഴിഞ്ഞ ഉത്തരം. ചിലർക്ക് ഉടനെ ഉത്തരം, ചിലർക്ക് കുറേ കഴിഞ്ഞായിരിക്കും ഉത്തരം കിട്ടുക. നമ്മൾ കാണുന്നുണ്ട്, വലിയ വലിയ മനുഷ്യർ ഒരു കാലത്ത് പ്രാർത്ഥിച്ചു, അനേക വർഷം കഴിഞ്ഞ് ഇവർ പ്രാർത്ഥന മറന്നപ്പോഴാണ് ഉത്തരം കിട്ടുക. നമ്മൾ ഉടനെ ഉത്തരം കിട്ടിയില്ലേ നിരാശപ്പെടരുത്. ഉത്തരം കിട്ടും എന്ന ബോധ്യത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ ഇത് ഉത്തരം കിട്ടും. ആ ഉറപ്പ്, ആ ഒരു ബലം, ആ ബലത്തോടും ഉറപ്പോടും കൂടി നമ്മൾ പ്രാർത്ഥിക്കണം. അന്ന് നമ്മൾ നിരാശപ്പെട്ട് മാറുകയല്ല, ലഭിക്കും എന്നുള്ള ഉറപ്പോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് പ്രാർത്ഥന വലിയ ബലമാണ്. ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ ശാരീരിക ബലത്തേക്കാൾ മഹാത്മാഗാന്ധിയുടെ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ബലം, ആ ബലമാണ് ബ്രിട്ടീഷുകാരെ മഹാത്മാഗാന്ധിയുടെ മുമ്പിൽ മുട്ടുകുത്തിക്കാൻ കാരണമാക്കി മാറ്റിയത്. മദർ തെരേസയുടെ പ്രാർത്ഥന ബലം കാണാം. അമർനാഥമയി ക്ഷേത്രത്തിൽ അവിടെയുള്ള പ്രാർത്ഥനാ സ്ഥലങ്ങളുടെ ഒരു പ്രാർത്ഥന ബലം കാണാം. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നിടത്തെല്ലാം ഒരു വലിയ ബലമുണ്ട്. ആ ബലമാണ് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുക. വീണ്ടും ഒരു കുടുംബത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അപ്പൻ, അമ്മ, മക്കൾ ഒരുമിച്ച് നിലനിൽക്കും. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന കുടുംബത്തിൽ ഒരു വലിയ ഐക്യമുണ്ട്. എത്ര തിരക്കുള്ള ഭർത്താവും രാത്രിയിൽ ഭാര്യയും മക്കളുമൊത്ത് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തണം. ഇനി ജോലി കൊണ്ട് സാധിച്ചില്ലേ, ഭാര്യയും മക്കളും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കണം. വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വീഴ്ച വരുത്തരുത്. പ്രാർത്ഥന ഒരു പുതിയ ലോകത്തിലേക്ക്, ഒരു പുതിയ കാഴ്ചപ്പാടിലേക്ക് നമ്മളെയൊക്കെ നയിച്ചുകൊണ്ടിരിക്കും.